എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ GK പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഗാന്ധിജിയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം? ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായിരുന്നു 1917 ചമ്പാരനിലേത്. 1932 നടന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഫലമായിരുന്നു ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഹരിജന ഉദ്ധാരണത്തിനായി ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനയ്ക്ക് ഗാന്ധിജി രൂപം നൽകി. ചൗരി ചൗര സംഭവമാണ് ഗാന്ധിജിയെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകാൻ പ്രേരിപ്പിച്ചത്. ഏതാണ് ശരിയായ വസ്തുതകൾ? ആൻസർ എന്താണ്? എയും സിയും ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ? എ ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ജോഡികൾ ശരിയായി ക്രമീകരിക്കുക. വൈകുണ്ഠസ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ. ആൻസർ എങ്ങനെയാ വരാ? വൈകുണ്ഠസ്വാമികള് സമത്വ സമാജം, ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമുദായ സംഘടന, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യ സംഘം. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ: ജവഹർ ഗ്രാമ സമൃദ്ധി യോജന, തൊഴിലുറപ്പ് പദ്ധതി എന്നീ പരിപാടികൾ ഒന്നിപ്പിച്ചുകൊണ്ട് 2001 സെപ്റ്റംബർ 25 ആരംഭിച്ചു. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് തൊഴിൽ, ഭക്ഷണം ഇവ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളിൽ ഏറ്റവും വലിയ പദ്ധതിയായി ഇത് അറിയപ്പെടുന്നു. ആൻസർ എന്താണ് വരിക? ആൻസർ ബി ആണ്, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇനിയും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ചാനല് ഹരിശ്രീ PSC എന്നുള്ള ചാനലിൽ GKയില് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാം. ഒരു 146ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയി ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷും മലയാളവും ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 93-95 എണ്ണം നമ്മൾ അതിൽ കയറ്റിയിട്ടുണ്ട്. മാത്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹരിശ്രീ ലേണിംഗ് ഈസ് ഫൺ എന്നുള്ള നമ്മുടെ ചാനലിൽ 2017 മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ PSCയിൽ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ബാമർ, ഖാദർ, ഖാരിഫ്, ബാഗർ. എങ്ങനെയാണ് യോജിപ്പിക്കുക? ബാമർ എന്ന് പറയുന്നത് ചൂട് കൂടിയ ഇന്ത്യൻ പ്രദേശം. ഖാദർ എന്ന് പറയുന്നത് എന്താണ്? പുതിയ എക്കൽ മണ്ണ്. ഖാരിഫ് എന്ന് പറയുന്നതോ ഇന്ത്യയിലെ കാർഷിക കാലം. നെക്സ്റ്റ് ബാഗർ എന്ന് പറയുന്നതോ ഇന്ദിരാഗാന്ധി ജലസേചന പദ്ധതി. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുക. ആത്മാനുതാപം പ്രസിദ്ധീകരിച്ചു. പിടിയരി സമ്പ്രദായം നടപ്പിലാക്കി. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അമലോത്ഭവ ദാസ സംഘം സ്ഥാപിച്ചു. ആൻസർ എ ആണ്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി. ആൻസർ ഡി ആണ്, അസ്താന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1857 ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ചില കലാപ കേന്ദ്രങ്ങളും നേതാക്കന്മാരുടെയും പട്ടിക താഴെ നൽകിയിരിക്കുന്നു. ഇതിലെ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ലക്നൗ താന്തിയ തോപ്പി, ഫൈസാബാദ് ബഹാദൂർ ഷാ രണ്ടാമൻ, കാൺപൂർ നാനാ സാഹിബ്, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള,
കാൺപൂർ ബീഗം ഹസ്രത്ത് മഹൽ, ഡൽഹി മൗലവി അഹമ്മദുള്ള, ലക്നൗ നാനാ സാഹിബ്, ഡൽഹി ബീഗം ഹസ്രത്ത് മഹൽ. അപ്പൊ ഏതാണ് അതില് ശരിയായിട്ടുള്ളത്? ബി ആണ് ശരിയായിട്ടുള്ളത്. കാൺപൂർ നാനാ സാഹിബും ഫൈസാബാദ് മൗലവി അഹമ്മദുള്ളയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ താഴെ വിവരിച്ചിരിക്കുന്നത് ഏതാണെന്ന് സൂചനകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. ഏറ്റവും കൂടുതൽ ജനവാസമുള്ള മേഖല, സാവധാനം ഒഴുകുന്ന പുഴകൾ, വർദ്ധിച്ച എക്കൽ മണ്ണിന്റെ സാന്നിധ്യം. ആൻസർ ഡി ആണ്, തീരപ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെ? ആൻസർ എ, കൊൽക്കത്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. സ്റ്റാഫോർഡ് ക്രിപ്സ്, അരുണ അസഫ് അലി, സ്വാമി സഹജാനന്ദ, ജവഹർലാൽ നെഹ്റു. എങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്? ആൻസർ എങ്ങനെയാണ് വരിക? സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിഷൻ. നെക്സ്റ്റ്, അരുണ അസഫ് അലി എന്ന് പറയുന്നത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരം. സ്വാമി സഹജാനന്ദ ഏതാണ്? അഖിലേന്ത്യ കിസാൻ സഭ. നെക്സ്റ്റ്, ജവഹർലാൽ നെഹ്റു ലാഹോർ സമ്മേളനം. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. പന്തി ഭോജനം ആദ്യമായി ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. കേരള മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന പിതാവാണ് വക്കം മൗലവി. മന്നത്ത് പത്മനാഭൻ 1924 വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയേകിക്കൊണ്ട് പദയാത്ര നയിച്ചു. സ്ത്രീകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടന്ന കല്ലുമാല സമരത്തിന് ആഹ്വാനം ചെയ്തത് അയ്യങ്കാളിയാണ്. ആൻസർ ബി ആണ്. ബിയും സിയും ഡിയും ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ്? ആൻസർ ഡി, ടി പത്മനാഭൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് എന്താണ്? ട്രാൻസ് ഹിമാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? ശ്രീനാരായണ ഗുരു, ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്, ഇ.ടി. ഭട്ടതിരിപ്പാട്, കരിഞ്ചന്ത, കുമാരനാശൻ, നിജാനന്ദ വിലാസം, നിത്യചൈതന്യയതി, ലങ്കാമർദ്ദനം. ഇതിൽ തെറ്റായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ആൻസർ ബി ആണ്. 3ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആരെ? ആൻസർ എ ആണ്, ഡോക്ടർ പൽപ്പു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതകളും തിരിച്ചറിയുക. ഛാറിയ, സുന്ദർബൻസ്, റാവൽഭട്ട, ഫോർട്ട് ഗ്ലാസ്റ്റർ. ആൻസർ എന്താ വരിക? ഛാറിയ എന്നുള്ളത് കൽക്കരി പാടമാണ്. പിന്നെ സുന്ദർബൻസ് എന്നുള്ളത് ഏതാണ് വരിക? സുന്ദർബൻസ് കണ്ടൽ കാടുകളാണ്. റാവൽഭട്ട എന്നുള്ളത് എന്താണ്? ആൻസർ ആണവോർജ നിലയമാണ്. ഫോർട്ട് ഗ്ലാസ്റ്റർ എന്നുള്ളത് പരുത്തി തുണിമിൽ. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തെ കുറിച്ച് ഇത്തരം ഒരു നിർവചനം നൽകിയ കമ്മീഷൻ ഏത്? ആൻസർ സി ആണ്, ബ്രണ്ട് ലാൻഡ് കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാനാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ജൂസ് ദൗത്യം? ആൻസർ ബി ആണ്, വ്യാഴം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് കണ്ടെത്തുക. പ്രസ്താവന എ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് GB കൃപാലിനി ആയിരുന്നു. പ്രസ്താവന ബി, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ആൻസർ ഡി ആണ്. എയും ബിയും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം താഴെ പറയുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളവ? ആൻസർ എ ആണ്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.